ഇതിനോടകം തന്നെ റയൽ മാഡ്രിഡ് വമ്പൻ സൈനിങ്സ് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണും നിരാശയോടെ അവസാനിച്ചതോടെ അടിമുടി മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് റയൽ മാഡ്രിഡ്. അങ്ങനെ ഇപ്പോൾ ക്ലബ്ബ് റോഡ്രിയെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. റോഡ്രിയും അതുപോലെ തന്നെ റയൽ മാഡ്രിഡും തമ്മിൽ ഒരു അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല റോഡ്രിക്കും റയൽ മാഡ്രിഡിൽ പോകാൻ തന്നെയാണ് താല്പര്യമുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ തന്നെ റയൽ മാഡ്രിഡും തമ്മിൽ ഒരു അഗ്രിമെന്റിൽ എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് റോഡ്രി. റയൽ മാഡ്രിഡ് ഇതിനോടകം തന്നെ റോഡ്രിയുടെ ഏജന്റുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് റോഡ്രിയുടെ സ്വപ്നമാണ്. റോഡ്രിയെ റയൽ മാഡ്രിഡ് ടീമിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ കൂടി വരികയാണ്. മാത്രമല്ല റോഡ്രിയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് PSG-യും മാഞ്ചസ്റ്റർ സിറ്റിയെ സമീപിച്ചിട്ടുണ്ട്. റോഡ്രി ഇതിനകം തന്നെ കരാറിലെത്തിയിട്ടുള്ള റയൽ മാഡ്രിഡിന് പുറമെ ബാഴ്സലോണയ്ക്കും റോഡ്രിയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാലും റോഡ്രിയെ സ്വന്തമാക്കാനുള്ള മത്സരത്തിൽ നിലവിൽ റയൽ മാഡ്രിഡ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. മാത്രമല്ല താരത്തിനും റയലിൽ ജോയിൻ ചെയ്യാൻ തന്നെയാണ് താല്പര്യമുള്ളത്. എന്തായാലും റോഡ്രിയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതായിരിക്കും. അടുത്തൊരു വാർത്ത റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരമായിട്ടുള്ള വിനീഷ്യസ് ജൂനിയറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ബ്രസീലിയൻ സൂപ്പർ താരം വിനീഷ്യസിനെ സ്വന്തമാക്കാനായിട്ട് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ആഴ്സണൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ആർട്ടറ്റയ്ക്ക് ആയാലും വിനീഷ്യസിനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട്. ഡേവിഡ് ഓൺസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ക്ലബ്ബുകൾ തമ്മിൽ ഇതുവരെ ചർച്ചകളൊന്നും നടന്നെങ്കിലും വിനീഷ്യസിനെ കൊണ്ടുവരിക എന്ന ആശയത്തിന് ആഴ്സണലിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും അനുമതി ലഭിച്ചു. വിനീഷ്യസിന് റയൽ മാഡ്രിഡുമായുള്ള കരാറിൽ ഇനി 12 മാസത്തെ കാലാവധി മാത്രമാണ് ബാക്കിയുള്ളത്. അതിനാൽ തന്നെ അദ്ദേഹത്തിനെ സൗജന്യമായി നഷ്ടപ്പെടുത്താൻ റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നില്ല. ഈ നീക്കങ്ങളെല്ലാം നിലവിൽ ആരംഭിച്ചിട്ട് മാത്രമുള്ളൂ. എന്നാൽ പോലും വിനീഷ്യസ് ആഴ്സണലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒരാളാണ് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മാത്രമല്ല നിലവിൽ ഇപ്പോൾ യാൻ ഡിയമോണ്ടിനെ റയൽ മാഡ്രിഡ് ഓൾമോസ്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വിനീഷ്യസിനെ ആഴ്സണൽ ടീമിൽ എത്തിക്കുമോ എന്നെല്ലാം കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.